ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സ്വന്തമായി വീടുണ്ടാകുവാനായിട്ട് ചൊല്ലേണ്ട ഒരു തിരുപ്പുകഴിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേർ ചോദിച്ച ഒരു കാര്യമാണ് ധനവരവ് വർദ്ധിക്കുവാനായും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായും കടം പ്രശ്നങ്ങളിൽ നിന്ന് പരിപൂർണമായും മോചനം നേടുവാനുമായി ചൊല്ലേണ്ട ഒരു തിരുപ്പുകൾ ഏതാണ് മാഡം, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അത് പ്രകാരമാണ് ഇന്ന് എല്ലാവർക്കും വേണ്ടി നമ്മൾ സാമ്പത്തിക വർധനയ്ക്കായും നമ്മുടെ ജീവിതത്തിൽ പണതടസ്സങ്ങൾ ഇല്ലാതിരിക്കുവാനായും ചൊല്ലേണ്ട ഒരു തിരുപ്പുകളിനെ കുറിച്ച് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ നമ്മുടെ പാപകർമ്മഫലമായി ഉണ്ടാകുന്നതാണ്. ഇത് ഇല്ലാതാകണമെങ്കിൽ നമ്മൾ വഴിപാട് ചെയ്യേണ്ട ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് ശ്രീ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്. ഏതു വിധത്തിലുള്ള കർമ്മപാപഫലങ്ങളെയാണെങ്കിലും അത് പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ സഹായിക്കുന്ന വഴിപാടുകളെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് ഒരു കാര്യത്തിൽ സമാധാനിക്കാം, നമുക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോൾ മാത്രമേ ഭഗവാന്റെ ആ ഒരു നമ്മളോടുള്ള സ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുള്ളൂ. ബുദ്ധിമുട്ടുകളില്ലാതെ സന്തോഷത്തോടു കൂടി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഭഗവാനെക്കുറിച്ച് നമ്മൾ ഓർക്കുക പോലും ചെയ്യുന്നില്ല. എല്ലാവരുടെ കാര്യവുമല്ല ഞാൻ ഇവിടെ പറയുന്നത്, പലരും അങ്ങനെയാണ് ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് നമ്മളെ അറിയിക്കുവാനായി നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം തരുന്നത്. എല്ലാ പ്രശ്നങ്ങളും നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കുവാനായി സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരുപാട് തിരുപ്പുകളുണ്ട്. അതിൽ പ്രധാനമായും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ധനവർദ്ധനവിന് വേണ്ടിയുള്ള തിരുപ്പുകൾ തന്നെയാണ്. നമ്മൾ ധനത്തിന് വേണ്ടി ഭഗവാനെ ഈ തിരുപ്പുകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ധനം മാത്രമല്ല നമ്മളെ തേടി വരുന്നത്. ഈ ധനം ഭഗവാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ധനം അനുഭവിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും കൂടെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ തിരുപ്പുകൾ ജപിക്കുന്നതിലൂടെ നമുക്ക് ഒരു കാര്യം മാത്രമല്ല നേടിയെടുക്കുവാൻ സാധിക്കുന്നത്, മറിച്ച് അനേകായിരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ചിലരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടാകും, ചിലരുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കുവാനുണ്ടാകില്ല. പക്ഷേ ആ കോടികൾ കയ്യിലുള്ള വ്യക്തികൾക്ക് കൂടി ആ പണം അനുഭവിക്കുവാനുള്ള ആ ഒരു ഫലം അവർക്ക് ഉണ്ടാകില്ല. അങ്ങനെയാകുമ്പോൾ ആ പണം അവരുടെ കയ്യിൽ വന്നതിന് ശേഷം എന്താണ് അവർക്ക് ലാഭം? യാതൊരു വിധത്തിലുള്ള ലാഭവുമില്ല. മറിച്ച് 10 രൂപയാണെങ്കിൽ പോലും അത് അനുഭവിക്കുവാനുള്ള ഭാഗ്യവും അതിലൂടെ വരുന്ന ആ ഒരു ശുഭചിലവ് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനും ഏതൊരു വ്യക്തികൾക്ക് കഴിയുന്നു അവർ പൂർണ്ണമായും അനുഗ്രഹം നിറഞ്ഞവരായിരിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് തീർത്തു തരുവാൻ മുരുക ഭഗവാനുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് മുരുക ഭഗവാനെ വിളിക്കേണ്ടത്? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ദിവസവും മുരുക 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 എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് മനസ്സുരുകി ഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് കണ്ണീരോടുകൂടി മുരുക എന്ന് നിങ്ങൾ ഒരു തവണ വിളിച്ചാൽ മതിയെന്ന്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മയിൽ വന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ നമ്മുടെ കണ്ണീര് ആഗ്രഹിക്കുന്നില്ല എന്ന്. ഞാൻ കണ്ണീര് എന്ന് പറയുന്നത് ദുഃഖം കൊണ്ടുവരുന്ന കണ്ണീരല്ല. നമ്മൾ സന്തോഷത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു യോഗം നമുക്ക് ഭഗവാൻ തന്നിരിക്കുകയാണ്. എത്രയോ പേർ അതിനുള്ള ഒരു ഭാഗ്യമില്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് ഭഗവാനെ കണ്ട് തൊഴുതുവാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നതിന് വേണ്ടിയാണ് ഞാൻ കണ്ണീരോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കൂ എന്ന് ഒരുപാട് വീഡിയോകളിലൂടെ പറയുന്നത്. നമ്മുടെ മനക്കഷ്ടമാണെങ്കിലും പണക്കഷ്ടമാണെങ്കിലും ആരോഗ്യപരമായ കഷ്ടങ്ങളാണെങ്കിലും അത് എല്ലാം കേൾക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇരു കൈയും കൂപ്പി കണ്ണീരോടുകൂടി ഭഗവാന്റെ തിരുമുമ്പിൽ നിന്നാൽ നമ്മുടെ കണ്ണീർ ഭഗവാൻ എങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഒരിക്കലും ഭഗവാനെ കൊണ്ട് അത് സാധിക്കില്ല. കാരണം ദേവാദി ദേവന്മാരുടെ പ്രശ്നങ്ങളെ പോലും പരിഹരിച്ചു കൊടുത്ത സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ എത്രമാത്രം സമയം വേണം അല്ലേ? അരുണഗിരിനാഥർ സ്വാമികൾ മുതൽ വള്ളൽ വാരിയാർ സ്വാമി വരെയും മുരുക ഭഗവാന്റെ തീവ്ര ഭക്തന്മാരായിരുന്നു. അവർക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ നേടുവാനില്ല. അവരുടെ ആഗ്രഹമെല്ലാം എന്താണ്? സാക്ഷാൽ മുരുക ഭഗവാനെ ഒരു തവണയെങ്കിലും നേരിൽ കാണുക എന്നുള്ളത് മാത്രമാണ്. നേരിൽ കണ്ടാൽ പോലും അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അത് തീർത്തു തരുവാനായിട്ടല്ല ഭഗവാനെ അവർ സ്തുതിച്ച് പാടിയത്, മറിച്ച് ഈ ഭൂമിയിലുള്ള എല്ലാ പാപകർമ്മഫലങ്ങളിൽ നിന്ന് മോചനം നേടുകയും അങ്ങയെ ഒരു നിമിഷമെങ്കിലും കാണുവാൻ സാധിക്കില്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്
അവർ മുരുക ഭഗവാന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുപ്പുകഴിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കാണുവാൻ പോകുന്നത്. അരുണഗിരിനാഥർ സ്വാമികൾ വളരെ ഭംഗിയായിട്ട് നമുക്കെല്ലാവർക്കും വേണ്ടി, അതായത് നമ്മളെല്ലാവരും എന്താണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ജീവിതം മാത്രം എന്തായി ഇങ്ങനെ? മറ്റുള്ളവരെല്ലാം ഉയർച്ചയിലേക്ക് പോകുന്നു, ഞാൻ മാത്രം അവിടെ തന്നെ നിൽക്കുന്നു, ഏതൊരു കാര്യം എടുത്താലും തടസ്സമാണ് എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയാണോ വളരെ സങ്കടം പറയുന്നത്, അതേ രീതിയിൽ തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ മുൻപിൽ ഈ തിരുപ്പുകൾ ആലപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള രൂപം എന്ന് നമുക്ക് കാണാം. ശരണകമലാലയത്തെ അரை നിമിഷ നേരമട്ടിൽ തവമുறை ധ്യാനം വയ്ക്ക് അറിയാത. എല്ലാവരുടെയും ജീവിതത്തിൽ ശരണാഗതി കൊടുക്കുന്ന അങ്ങയെ അரை നിമിഷ നേരമട്ടിൽ, അரை നിമിഷം എന്ന് പറയുമ്പോൾ 30 മിനിറ്റാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ അതല്ല, കണ്ണിമയ്ക്കും നേരത്തെയാണ് ഇവിടെ അரை നിമിഷം എന്ന് പറയുന്നത്. ഈ കണ്ണിമയ്ക്കും നേരത്തിൽ പോലും അങ്ങയെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള മനസ്സ് എനിക്ക് ഇല്ലാതെ പോയല്ലോ, എന്നെക്കുറിച്ച് അങ്ങ് അറിയാതെ പോയല്ലോ മുരുക. സടകസട മൂടമട്ടി പവവിനയെ ലേശണിത്ത് തമയിൻ മിടിയാൽ മയക്ക മുറുവേനോ. കള്ളത്തരം, കാപട്യം, അതുപോലെ തന്നെ നുണകൾ മാത്രമല്ല, എല്ലാം കൊണ്ടും അറിവില്ലാതെ, തമയിൻ മിടി എന്ന് പറയുമ്പോൾ അറിവില്ലായ്മ എന്ന് പറയും. അറിവില്ലായ്മയും നമുക്കൊരു കുറവ് തന്നെയാണ്. അതിൻ്റെ എല്ലാം ഫലമായി ഞാൻ അനുഭവിക്കുന്ന ഈ ദരിദ്രം എന്നിവയെല്ലാം മാറ്റാൻ അങ്ങല്ലാതെ വേറെ ആരാണുള്ളത്? കരുണை புரியாதிருப்பதென்ன குறை വേളை செப்பு കയ്യിലെ മലൈനാഥർ പെറ്റ കുമരോനെ. അപ്പോൾ ഇത്രയും ദ്രോഹങ്ങളും ഇത്രയും പാപങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങയോട് ഏറ്റു പറയുന്നുണ്ടല്ലോ, പിന്നെയും എന്തുകൊണ്ടാണ് എന്നോട് കരുണ കാണിക്കാത്തത് ഭഗവാനെ, കൈലാസനാഥന്റെ കുമരനെ എന്നാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എന്ത് കുറയാണ് ഉള്ളത് എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് എല്ലാം തികഞ്ഞവനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മളോട് കരുണ കാണിക്കാൻ എന്ത് കുറയാണ് ഇപ്പോൾ ഉള്ളത്, എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ അരുണഗിരിനാഥർ സ്വാമികൾ നമുക്ക് വേണ്ടി ചോദിച്ച് ഉടനെ തന്നെ ഭഗവാനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഈ വരികൾ പറയുകയാണ്. കടകപുയ മീതി രത്ന മണിയണിപ്പൊൻ മാലി സെച്ചൈ കമഴുമണ മാർഗടപ്പ മണിപോനെ. തോളിൽ രത്ന ആഭരണം, കങ്കണം, പൊൻമാല, സ്വർണത്തിൻ്റെ മാല അണിഞ്ഞ് മാത്രമല്ല സുഗന്ധം വീശുന്ന കദംബമാലയും അണിഞ്ഞു നിൽക്കുന്ന മുരുക ഭഗവാനെ, എനിക്ക് അങ്ങ് അനുഗ്രഹം തരുവാൻ എന്താണ് തടസ്സമെന്നാണ് മുരുക ഭഗവാനോട് അരുണഗിരിനാഥർ സ്വാമികൾ ചോദിക്കുന്നത്. അതായത് എല്ലാം തികഞ്ഞവനാണല്ലോ അങ്ങ്, പക്ഷേ എൻ്റെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കാൻ മനസ്സില്ലേ എന്നാണ് ചോദിക്കുന്നത്. തരുണമിത് യാമികുത്ത് കനമധുര നീൽ സൗഖ്യ സകല സെൽവയോഗമിക്ക പെരുവാഴ്വ്. ഞാൻ ഇങ്ങനെയെല്ലാം അങ്ങയെ വർണ്ണിക്കുന്നുണ്ട്, ഇപ്പോൾ ഇല്ല, നാളെ വാ, നാളെ തരാം എന്നാണോ അങ്ങ് മനസ്സിൽ കരുതുന്നത് എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ ചോദിക്കുന്നത്. പക്ഷേ നാളെ വരാൻ സമയമില്ല. തരുണമിതയ്യ മികുത്ത് കനം മധുര നീൽ സൗഖ്യ സകല സെൽവയോഗ മിക്ക പെരുവാഴ്വ്. തരുണം എന്ന് പറയുമ്പോൾ ഇതാണ് അയ്യാ സമയം, എനിക്ക് അങ്ങ് എല്ലാ സൗഖ്യങ്ങളും തരുവാനായിട്ട്. എങ്ങനെയാണ് സൗഖ്യം തരുന്നത്? നീൽ സൗഖ്യം. നീൽ സൗഖ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറ മാത്രമല്ല, വരും തലമുറകൾക്കും സെൽവയോഗം തന്ന് അനുഗ്രഹിക്കുക. ഈ സെൽവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇവിടെ വീണ്ടും ഞാൻ പറയുകയാണ്, ധനം മാത്രമല്ല, മറിച്ച് എന്താണുള്ളത്? നീണ്ട ആയുൾ, ആരോഗ്യം, അതുപോലെ തന്നെ ഈ തന്നനുഗ്രഹിക്കുന്ന ധനസൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കുവാനുള്ള യോഗവും കൂടിയാണ് ഞാൻ ഇപ്പോൾ അങ്ങയോട് ചോദിക്കുന്നത്. അതല്ലാതെ ഇന്ന് പോയി നാളെ വാ എന്ന് പറയരുത്. മാത്രമല്ല തകമൈ ശിവ ജ്ഞാനമുക്തി പരഗതിയും നീ കൊടുത്ത് തവിപുരിയ വേണുനെത്ത വടിവേല. എല്ലാം എനിക്ക് തരുന്നുണ്ട്, അതിനോടൊപ്പം കൂടി എനിക്ക് എന്തു വേണം? ശിവജ്ഞാന മുക്തി വേണം. മാത്രമല്ല എൻ്റെ ആത്മാവ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പോകരുത്. അതിനായിട്ടാണ് ഞാൻ ഇവിടെ അങ്ങയോട് ശിവജ്ഞാന മുക്തി വേണം എന്ന് പറയുന്നത്. അതെല്ലാം ആരെനിക്ക് തരണം? വടിവേലനായ മുരുക ഭഗവാനെ അങ്ങ് എനിക്ക് തന്ന് അനുഗ്രഹിക്കണം. അരുണ ദളപാദ പത്മ മധു നിതമുമേ തുതിക്ക് അരുകിൽ തമിഴ് താനളിത്ത മയിൽവീര. அதிசயம் நேகமுற்ற பழனிமலை மீதுதித்த
അഴകാ തിരുവേരകത്തിൻ മുരുകോനെ. ഇവിടെ പറയുന്ന 4 വരികൾ ഏതാണ്? അരുണദള പാദപത്മ മധുനിതമുമേ തുതിക്ക് അരിയ തമിഴ് താനളിത്ത മയിൽ വീര അതിശയം നേകമുറ്റ പഴനിമലൈ മീതുദിത്ത അഴകാ തിരുവേരകത്തിൻ മുരുകോനെ. എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് എനിക്ക് തന്നു കഴിഞ്ഞാൽ മാത്രം മതിയോ? ഇല്ല, വേറെന്താണ് വേണ്ടത്? അങ്ങയുടെ തിരുപാദത്തിൽ പിടിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യവും കൂടി അങ്ങ് എനിക്ക് തന്ന് അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. കാരണം അങ്ങയുടെ തിരുപാദത്തിൽ ശരണാഗതി അടഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങളും അതിശയങ്ങളും നടന്നു കിട്ടും എന്ന് പഴനിമല മുരുകോനെ എന്ന് പറയുന്നുണ്ട്. ഈ തിരുപ്പുകൾ എന്ന് പറയുന്നത് സ്വാമിമലയിലെ സുബ്രഹ്മണ്യ സ്വാമിയെ ഓർത്താണ് അരുണഗിരിനാഥർ സ്വാമികൾ പാടിയിരിക്കുന്നത് എങ്കിലും തുടക്കം സ്വാമിമലയിൽ പാടിയ ഭഗവാൻ അവസാനിപ്പിച്ചിരിക്കുന്നത് പഴനിമലൈ മുരുകനെ സംബന്ധിച്ചുള്ളതാണ്. കാരണം ധനം, സമ്പത്ത്, പ്രശ്നങ്ങൾ, കടങ്ങൾ എന്നിവ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ പഴനിമല ബാലദണ്ഡായുധപാണി സ്വാമികൾ എന്ന് ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ഏതൊരു വ്യക്തിക്ക് പണം വേണോ, സമ്പത്ത് വേണോ, കടം പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടണോ, അങ്ങനെയുള്ള വ്യക്തികൾ പോയി ചെന്ന് ദർശനം നടത്തി വരേണ്ട ഒരു ക്ഷേത്രമാണ് പഴനിമല ക്ഷേത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാൽ ജ്ഞാന ഭണ്ഡാരം എന്നാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയെ പറയുന്നത്. ജ്ഞാനം എന്നുള്ളത് അറിവ് മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും 16 തരത്തിലുള്ള ശെൽവങ്ങളും ഭഗവാനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആരെയാണ് പോയി കാണേണ്ടത്? നമ്മുടെ ഈ പ്രശ്നങ്ങൾ തീർന്നു കിട്ടണമെങ്കിൽ നമ്മൾ ആരെയാണ് വഴിപാട് ചെയ്യേണ്ടത്? ആരുടെ മുന്നിലാണ് മുട്ടുകുത്തി നിന്ന് ഇരുകൈയും നീട്ടി നമ്മൾ യാചിക്കേണ്ടത്? നമ്മുടെ ഭഗവാനോട്, സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയോട്, ബാലദണ്ഡായുധപാണി സ്വാമിയോട് ഒരു തവണ പഴനി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വരൂ. എത്ര വലിയ കടം പ്രശ്നമാണെങ്കിലും തീർന്നു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് സ്വാമിമല തിരുപ്പുകഴാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് ഈ തിരുപ്പുകഴിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം. ശരണകമലാലയത്തെ അരനിമിഷ നേരമട്ടിൽ തവൈമുറതി യാൻമവയ്ക്ക് അറിയാത സടകസട മൂടമട്ടി പവവിനിയിലെ സണിത്ത തമയിൻമിടിയാൽ മയക്ക മുറുവേനോ கருணை புரியாதிருப்ப தென்குறை வேளை செப்பு கைலைமல நாதர் பெற்ற குமரோனே கடகபுய மீதி ரத்ன மணியணி பொன் மாலை செச்சை கமழுமண மார்கடைப்ப மணிவோனே தருணமிதை யாமிருக்க கனமதுரு நீல் சவுக்கிய சகல செல்வ யோகமிக்க பெருவாழ்வு தகமை சிவஞான முக்தி பரகதியும் நீ கொடுத்து தவிபுரிய வேணு நைத்த வடிவேலா மதுநிதமு மேதுதிக்க அரிய தமிழ் தான் அளித்த மயில் வீரா அதிசயம் நேகமுற்ற பழனிமலை மீதுதித்த அழகா തിരുവേരകത്തിൻ മുരുകോനെ. ഇത് നിങ്ങൾ ഒരു ദിവസത്തിൽ 6 തവണ ജപിക്കുക. നിങ്ങൾ ഏത് ദിവസം ജപിക്കണമെന്നാൽ ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ദിവസം മുതൽക്ക് ചൊല്ലിത്തുടങ്ങാം. ഷഷ്ടി മുതൽക്ക് ചൊല്ലിത്തുടങ്ങാം, ചൊവ്വാഴ്ച മുതൽക്ക് ചൊല്ലിത്തുടങ്ങാം. ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു തിരുപ്പുകഴാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ദീപം തെളിയിച്ചു വെച്ച് 6 തവണ ഈ തിരുപ്പുകൾ നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കോടികൾ നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും, കോടി രൂപയുടെ പ്രശ്നമുണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതം തന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണെങ്കിലും സാരമില്ല. എത്രയോ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരുപാട് പേർ നമുക്ക് ചുറ്റും നിന്ന് നമ്മളെ വഞ്ചിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആരുമില്ല, നമുക്ക് ഭഗവാൻ മാത്രമേ തുണയുള്ളൂ. അപ്പോൾ ഭഗവാനെ മുറുകെ പിടിക്കാം. ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ, എനിക്കറിയില്ല ഭഗവാനെ, ഞാൻ ഇത്രയെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഈ തിരുപ്പുകഴിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എത്രയോ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മനുഷ്യനാണ്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് അങ്ങയോട് ഞാൻ ഏറ്റു പറയുന്നുണ്ട്. പക്ഷേ അങ്ങ് എല്ലാം നിറഞ്ഞവനാണല്ലോ. അങ്ങ് എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെ മാറ്റിത്തരുവാൻ എന്നെ അനുഗ്രഹിക്കില്ലേ? നാളെ തരാം എന്ന് പറഞ്ഞ് എന്നെ പോയി വാ എന്നൊരിക്കലും പറയരുത്. ഇന്ന് തരേണ്ടത് എനിക്ക് ഇന്ന് തന്നെ അനുഗ്രഹിക്കണം. കാരണം അത്രയും പ്രശ്നങ്ങളിലാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനെ. എനിക്ക് മാത്രമല്ല, എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, ഇനി വരുന്ന എൻ്റെ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നീണ്ട ആയുസ്സും ആരോഗ്യവും കൊടുക്കണം.
അതിനോടൊപ്പം ധനം കൊടുക്കണം, സമ്പത്ത് കൊടുക്കണം, ഇങ്ങനെ എല്ലാ സൗഖ്യങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണം. പക്ഷേ ഇതെല്ലാം കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങയെ വിട്ട് പിറകോട്ട് പോകുവാൻ തയ്യാറല്ല. മറിച്ച് എന്നും അങ്ങയെ നനച്ച് ഭക്തിപൂർവം പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു മനസ്സും കൂടി അങ്ങ് എനിക്ക് തന്നനുഗ്രഹിക്കണമെന്ന് മനസ്സൊരുക്കി നിങ്ങൾ പറഞ്ഞു നോക്കൂ. എവിടെ പോകുവാനാണ്? നമ്മളെ കാത്തുരക്ഷിക്കും നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി. ഉറപ്പായും എത്രയോ പേർ ജീവിതത്തിൻ്റെ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ജീവിച്ചിരുന്ന വ്യക്തികൾ പോലും ഇന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ദുഃഖങ്ങളില്ലാതെ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ ജീവിതത്തിലും ഉണ്ടാകും. അത് തരണം ചെയ്യുവാനുള്ള മനസ്സ്, അത് താങ്ങി നടന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തി നമുക്ക് തരേണ്ടത് നമ്മൾ തൊഴുതുന്ന ഭഗവാൻ തന്നെയാണ്. അത് തന്ന് അനുഗ്രഹിക്കുവാനായിട്ടാണ് നമ്മൾ പറയുന്നത്. അത് തന്നാൽ നമുക്ക് ജോലി ചെയ്യുവാനുള്ള മനസ്സുണ്ടാകും. ജോലി ചെയ്താൽ വരുമാനം കിട്ടും. വരുമാനം കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനുള്ള എല്ലാ വാതിലുകളും നമുക്ക് തുറന്നു കിട്ടും. ഇങ്ങനെ നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു തരുവാനായിട്ടാണ് ഞാൻ ഈ തിരുപ്പുകൾ നിങ്ങളോട് ചൊല്ലുവാൻ പറയുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാമെങ്കിലും ബ്രഹ്മമുഹൂർത്ത സമയത്ത് ദിവസവും നിങ്ങൾ ഒരു 6 തവണ ചൊല്ലി നോക്കൂ. 21 ദിവസമെങ്കിലും തുടർച്ചയായി ചൊല്ലുക. ചിലർ ചോദിക്കും, പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, ഇത് ചൊല്ലുമ്പോൾ നോൺ വെജ് കഴിക്കാമോ എന്ന്. നമ്മുടെ പ്രശ്നങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. വേറെ ആരോടും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ആഴം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നോൺ വെജ് കഴിക്കണോ വേണ്ടയോ എന്നെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരു 21 ദിവസം നോൺ വെജ് കഴിക്കാതെ സുബ്രഹ്മണ്യ സ്വാമിയെ ഓർത്ത് നെയ്യ് ദീപം തന്നെ തെളിയിക്കുക. എത്രയോ കഷ്ടങ്ങളുണ്ട്, അതിനോടൊപ്പം ഈ നെയ്യ് വാങ്ങിച്ചുള്ള ആ ഒരു കടവും കൂടി ചേർന്നോട്ടെ, സാരമില്ല. നമുക്ക് നെയ്യ് ദീപം തന്നെ തെളിയിച്ച് മുരുക ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. ഇതിനിടയിൽ വരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെറ്റില ദീപം തെളിയിക്കാം, പരിപ്പ് ദീപം തെളിയിക്കാം. അതുപോലെ തന്നെ ചൊവ്വാഹോര സമയത്ത് മുരുക ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ അലങ്കാരം ചെയ്ത് പൂജകൾ ചെയ്യാം. നമ്മളെക്കൊണ്ട് എന്താണോ സാധിക്കുന്നത് ആ പൂജകൾ നമ്മൾ ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങൾ 21 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യും, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ വിശ്വാസത്തോടെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. നമുക്ക് അറിയാം, ഓരോ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നിങ്ങളുടെ പൂജകൾ ഭഗവാൻ ഏൽക്കാതിരിക്കില്ല. ഞാൻ പല തവണ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, മുരുക എന്ന് നിങ്ങൾ മനസ്സൊരുക്കി ഒരു തവണ വിളിക്കൂ, നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും സുബ്രഹ്മണ്യ സ്വാമി എന്ന്. അത്രയേറെ ശക്തിയാണ് ആ ഒരു തിരുനാമത്തിനുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഈ തിരുപ്പുകൾ ചൊല്ലി, അതും മുരുക ഭഗവാന്റെ തീവ്രഭക്തനായ അരുണഗിരിനാഥർ സ്വാമിയുടെ വായിൽ നിന്നും ഉച്ചരിച്ച ഈ തിരുപ്പുകൾ ചൊല്ലി നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കണ്ടില്ലെന്ന് നടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ തിരുപ്പുകൾ ചൊല്ലി നോക്കുക. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര സമയമില്ലായ്മയുണ്ടെങ്കിലും നിങ്ങളിത് ജപിച്ചു നോക്കുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നനുഗ്രഹിക്കും ഭഗവാൻ. ഇനി അഥവാ രാവിലെ ചൊല്ലാൻ സാധിച്ചില്ല മാഡം എന്ന് പറയുകയാണെങ്കിൽ സാരമില്ല, വൈകുന്നേരം ദീപം തെളിയിച്ച് ചൊല്ലുക. നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്ക് എങ്ങനെ ഏത് സമയത്ത് ജപിക്കണമെന്ന് ഞാനിവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ അവരവരുടെ സമയ സന്ദർഭങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് രാവിലെ ചൊല്ലണോ വൈകുന്നേരം ചൊല്ലണോ എന്ന് തീരുമാനിക്കാം. പീരിയഡ്സ് ആയവർ ഒരിക്കലും ചൊല്ലരുത്, കാരണം ഇത് പൂജാമുറികളിൽ ഇരുന്നു കൊണ്ട് ചൊല്ലേണ്ട ഒന്നാണ്. ഇനി ചിലർ ചോദിക്കും, പുലവാലായ്മയുണ്ട്. വേണ്ട, ഇത്രയും ദിവസം പ്രശ്നങ്ങൾ അനുഭവിച്ചു, ഈ പുലവാലായ്മ കഴിയുന്നത് വരെയും നമുക്ക് കാത്തിരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്കിത് ചൊല്ലിത്തുടങ്ങാം. ഇങ്ങനെ നമ്മൾ ഓരോ തിരുപ്പുകളിനെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഒരിക്കലും ഇത് ഞാനായിട്ട് നിങ്ങളോട് പറയുകയാണ് എന്ന് നിങ്ങൾ കരുതരുത്. എനിക്ക് ഭഗവാൻ തന്നൊരു അനുഗ്രഹമാണ്. തിരുപ്പുകളിനെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്നുള്ളത് എനിക്ക് ഭഗവാൻ തന്നൊരു അനുഗ്രഹം കാരണം മാത്രമാണ് ഞാനിത് പറയുന്നത്. കാരണം ഒരാഴ്ച ഒരു 4 ദിവസം ഇടവിട്ടാണ് ഞാൻ തിരുപ്പുകളിനെക്കുറിച്ച് പറയുന്നത്. 4 ദിവസത്തിൽ എനിക്ക് ഇന്നാണ്, ചൊവ്വാഴ്ച ദിവസമായ ഇന്നാണ് എനിക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയിരിക്കുന്നത് എങ്കിൽ അത് ചൊവ്വാകാരകനായ നമ്മുടെ ചൊവ്വയുടെ അധിപനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞാലും അല്ല ഇത് പിന്നീടാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിലും സാരമില്ല. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അന്ന് മുതൽക്ക് ഇത് ചൊല്ലിത്തുടങ്ങുക. ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെ ചിലർ പറയും, ഞങ്ങൾക്കിത് മാഡം ഒരുപാട് ലാഗ് ചെയ്യുന്നുണ്ട്, വലിച്ചു നീട്ടുന്നുണ്ട് എന്നല്ല.
പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നാൽ അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അതുകാരണമാണ് ഞാൻ ഇത്രയും നീട്ടി പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നീട്ടി കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ 2x മോഡിലിട്ട് കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വരികൾ മാത്രമാണ് ആവശ്യമെങ്കിൽ അത് മാത്രം എഴുതിയെടുത്ത് ചൊല്ലാം. ഇങ്ങനെ അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചൊല്ലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.